കരുവാരക്കുണ്ട് വട്ടമലയിലെയും പറയൻമാട്ടിലെയും കൃഷിയിടത്തിൽ കാട്ടാനകൾ തമ്പടിച്ചതോടെ പൊറുതുമുട്ടി കർഷകർ. പറയൻമാട് ആദിവാസി ഉന്നതിക്ക് സമീപം 400ഓളം റബ്ബർ തൈകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. രാപ്പകൽ ഭേദമില്ലാതെയാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത്. 3 മാസം മുൻപ് സൈലന്റ് വാലി വനമേഖലയിൽ നിന്ന് വട്ടമല വഴി എത്തിയ 7 കാട്ടാനകൾ പറയൻമാട്ടിൽ തമ്പടിച്ചിരിക്കുകയാണ്. ആദിവാസി ഉന്നതിയിലെ ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇവയെ തുരത്താൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം മറ്റത്തൂർ ഹംസയുടെ 600 റബ്ബർ തൈകളിൽ 400-ൽ പരം തൈകളും കാട്ടാനകൾ നശിപ്പിച്ചു. കൂടാതെ തോരക്കാടൻ യൂസഫിന്റെ റാട്ടപ്പുര 3 തവണയാണ് ആനകൾ തകർത്തത്. സോട്ടറിനായി യൂസഫ് റബ്ബർ തോട്ടമെടുത്തെങ്കിലും കാട്ടാനശല്യം മൂലം ടാപ്പിങ്ങിന് ആളെ കിട്ടാനില്ല. ഇതോടെ ടാപ്പിംഗ് നടത്തുന്നതും ഷീറ്റടിക്കുന്നതുമെല്ലാം യൂസഫ് തന്നെയാണ്. നല്ലതുണ്ട്, ടാപ്പിംഗ് ചെയ്യാൻ പകൽ പോലും കഴിയുന്നില്ല, പണിക്കാരെ കിട്ടുന്നില്ല. പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാണ്. ഇപ്പോൾ ഈ തോട്ടത്തിൽ 500 തൈയോളം വെച്ചതാണ്. അതിൽ ഏകദേശം 3/4 ഭാഗം തൈ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റാട്ടപ്പം ഇപ്രാവശ്യം 3 പ്രാവശ്യം നേരാക്കി. പിന്നെ വെട്ടെടുത്ത മരത്തിൻ്റെ ഒക്കെ തോല് പൊളിക്കുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും. പിന്നെ ഈ പരിസരത്ത് തന്നെ ആളുകൾ ആരും പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല, വട്ടം വരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. രാത്രി നല്ല പകൽ പോലും പണിയെടുക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടാണ്, പണിക്കാരനെ കിട്ടുന്നില്ല. ആദ്യമൊക്കെ രാത്രിയിൽ മാത്രം മൂനാടി ചുള്ളിയോട് മേഖലയിൽ എത്തിയിരുന്ന ആനക്കൂട്ടം ഇപ്പോൾ പകൽ സമയത്തും ജനവാസ മേഖലയിൽ സജീവമാണ്. കൽക്കുണ്ട് ആർത്തല ഉന്നതിയിൽ കാട്ടാനകൾ സൗരോർജ്ജവേലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.